പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതെല്ലാം കേട്ടിട്ടുണ്ട്. ധാരാളം ആളുകൾ കമൻറ്റുകളും അഭിപ്രായങ്ങളും പറയുന്നു. ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ആത്മീയ തലങ്ങളെയാണ് ഊന്നി പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വാർത്ത ഏതാണ്? നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ കേൾക്കാത്ത ചില നിയമങ്ങളെക്കുറിച്ച്, ചില സംഘടനകളുടെ പ്രസ്താവനകളെക്കുറിച്ച് ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, വാർത്തകളിൽ കൂടെ കേൾക്കും. അതിൻ്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളെല്ലാവരും കേൾക്കുന്നതും അറിയാവുന്നതുമാണ്. അതിൻ്റെ ആത്മീയ തലത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയ സഹോദരരെ, നമുക്കറിയാം എപ്പോഴാണ് ഈ സംഭവം ഇപ്പോൾ പുറത്തിയാടിയത്? ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ പ്ലാൻ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരിതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് എപ്പോഴാണ് ഈ സംഭവങ്ങൾ പുറത്തേക്ക് ചാടിയത്? അത് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കൊരു സത്യം മനസ്സിലാവും. ആ സത്യം മനസ്സിലാകുന്നത് ഏതാണ്? ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം കൂട്ടിക്കോ, ഈ സംഭവം നടക്കാൻ വേണ്ടിയിട്ട് നവംബർ മാസം. ഈ നവംബർ മാസത്തിലാണ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ കേൾക്കുന്നത്. അതിനു മുമ്പ് ഇപ്പം നവംബർ മാസത്തിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആത്മീയ തലത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിൽ നമ്മുടെ സഭയ്ക്കുണ്ടായ കുറേ മൂല്യത്തകർച്ചകളും കുറച്ച് വേദനകളും കുറച്ച് അസ്വസ്ഥതകളും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആത്മീയ പശ്ചാത്തലം കുറഞ്ഞുപോയി, ആത്മീയ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, നമുക്ക് ഏകദേശം ഒരു 25 വർഷങ്ങൾക്കൊക്കെ മുമ്പ് കേരളത്തിൽ അതിശക്തമായ ധ്യാനങ്ങളും ആരാധനകളും, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അതിശക്തമായിട്ട് സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ക്രിസ്തുവിനെ ആരാധിച്ച് കൂദാശയിൽ ആഴപ്പെട്ട് ജനങ്ങൾ ദേവാലയം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിൽ ധാരാളം ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കാൻ ധ്യാന മന്ദിരങ്ങളിൽ 20,000, 30,000, 35,000, 40,000 ഡിവൈനിലൊക്കെ നമുക്കറിയാം. അതിൻ്റെ ആ ഹാളിലോ പ്രദേശങ്ങളിലോ ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റാതെ 10,000ങ്ങളുടെ കൂട്ടമായിരുന്നു തിരുവചനം ശ്രവിക്കുവാൻ അവിടെ വന്നിരുന്നു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമായിരുന്നു നമ്മുടെ ശക്തി, സുവിശേഷമായിരുന്നു നമ്മുടെ ജീവൻ, ക്രിസ്തുവായിരുന്നു നമ്മുടെ ശക്തി, ക്രിസ്തുവായിരുന്നു നമ്മുടെ ജീവൻ്റെ ജീവൻ, ക്രിസ്തുവായിരുന്നു നമ്മുടെ വിശുദ്ധിയും ജ്ഞാനവും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു? ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും ദേവാലയങ്ങളിൽ കൗദാശിക തലങ്ങളിൽ ആഴപ്പെടുകയും നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥനപൂർവ്വം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ലോകം കത്തോലിക്ക സഭയെ, ക്രിസ്തുവിനെ ഭയപ്പാടോടുകൂടി കാണുകയും ബഹുമാനത്തോടുകൂടി കാണുകയും സഭയെ ബഹുമാനിക്കുകയും സഭയെ ഒരു ഭയത്തോടുകൂടി ജനങ്ങൾ നോക്കിക്കണ്ട് അന്നത്തെ പുരോഹിതന്മാരെയും അന്നത്തെ നായിക്കമ്പർമച്ചൻ്റെ ഒക്കെ ധ്യാനങ്ങൾ, ക്ലാസ്സുകളൊക്കെ വിശ്വപ്രസിദ്ധമാണ്. എത്ര ശക്തമായ സുവിശേഷമായിരുന്നു, എത്ര ശക്തമായ ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ദേവാലയങ്ങൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. പ്രാർത്ഥനയുടെ ഒരു തീപ്പന്തമായിരുന്നു നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചത്. എന്നാൽ ഈ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് ചോർന്നുപോയി, വിശുദ്ധിയുടെ അളവ് ചോർന്നുപോയി, ജ്ഞാനത്തിൻ്റെ അളവ് നമുക്കില്ലാതെ പോയി, കൃപയുടെ അളവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, സഭയിൽ അസ്വസ്ഥതകൾ പൊന്തി, ക്രിസ്ത്യാനികൾ വിശുദ്ധിയെ തള്ളിക്കളഞ്ഞ് IELTSൻ്റെയും OLTSൻ്റെയും വിഗ്രഹ ആരാധനയിലൂടെ മുന്നോട്ട് പോവുകയും ധന ആഗമന മാർഗങ്ങളിൽ കൂടെ ധനത്തെ ലക്ഷ്യം വെച്ച് സ്വന്തം നാട് ഉപേക്ഷിച്ച്, സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച്, സ്വന്തം മക്കളെ ഉപേക്ഷിച്ച്, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവിടെ കോടാനുകോടികൾ സമ്പാദിക്കുകയും അവിടെ ചേക്കേറുകയും ചെയ്ത് അവിടെ തന്നെ സെറ്റിലാവുകയും ചെയ്തപ്പോൾ നമ്മുടെ ഈ നാട് ശുഷ്കവും ശൂന്യമായി എന്നുള്ളത് സാത്താൻ്റെ ശക്തികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇവിടെ ഈ പശ്ചാത്തലത്തിലാണ് ചില സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുന്നത്. അത് നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നമുക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഭവത്തെ നമ്മൾ ഈ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നടക്കുന്നൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞുതരാം. അത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ
ഒന്നാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം മുതൽ നമ്മൾ വായിച്ചാൽ അതിൻ്റെ മെയിൻ ആശയം ഞാൻ പറഞ്ഞുതരാം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇതാ, ഞാൻ തിക്തവും വേഗതയേറിയതുമായ ഒരു ജനത്തെ ഇളക്കിവിടുന്നു. തങ്ങളുടേതല്ലാത്ത വസതികളെ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു. ആ വചനമാണ് നമ്മളിവിടെ ധ്യാനവിഷയമാക്കുന്നത്. തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ മുസ്ലിം സഹോദരന്മാരുടെ ഭവനമുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ഭവനമുണ്ട്, ഹിന്ദു സഹോദരന്മാരുടെ ഭവനമുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ അത് ഈ അവകാശവാദം ഉന്നയിക്കുന്നവരുടേതല്ല എന്നവർക്ക് തന്നെ അറിയാം. അത് മറ്റുള്ളവരുടേതാണ്. ഇത് സംഘടിപ്പിച്ച് വീട് പണിത്, മറ്റു ക്രിസ്ത്യാനികളുടെ വീട് ക്രിസ്ത്യാനികൾ പണിതു, ഹിന്ദുക്കളുടെ വീട് ഹിന്ദുക്കൾ പണിതു, മുസ്ലിം സഹോദരന്മാരിനെ അവരുടേതായ സ്വന്തം അധ്വാനം കൊണ്ട് വീട് പണിതു. അതൊക്കെ ഈ ആവശ്യപ്പെടുന്ന ഈ അവകാശവാദം ഉന്നയിക്കുന്നവർ പണിതല്ല, അതവർക്ക് അവകാശമുള്ളതുമല്ല. പക്ഷേ അവർ പറയുന്നത് തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു. ഇവിടെ അനീതിയുടെ ഒരു മുന്നേറ്റം നടക്കുകയാണ്. നീതിയെ ചവിട്ടി മെതിക്കുക, നീതിയെ നിഷ്കരണം ചവിട്ടിത്താഴ്ത്തുക, സത്യത്തെ നീതിയെ വലിച്ചെറിയുക, ന്യായത്തെ നീതിപീഠങ്ങളെ വെല്ലുവിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ അവർ ഭൂതലമാകെ മുന്നേറുന്നു എന്നാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് 2 പശ്ചാത്തലം കൂടി ഉണ്ട്. അതുകൂടെ നിങ്ങൾ പറയുമ്പോഴേ ഇതിൻ്റെ ഗ്രാഹ്യത ഉണ്ടാവുകയുള്ളൂ. ഇത് ശരിക്കും 2029 സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭൂതലം ഒന്നാകെ എന്ന് പറയുന്നത്. ലോകം മുഴുവനും ഇത് സംഭവിക്കും. ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അമേരിക്ക പോലത്തെ രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാഷ്ട്രങ്ങൾ, അവിടെയൊക്കെ ഈ സംഭവം നടക്കും. ഭൂതലം ഒന്നാകെ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം അവകാശവാദം, തങ്ങളുടേതല്ലാത്ത വസതികൾ. ഇപ്പോൾ നമുക്കറിയാം, പാർലമെൻറ്റ് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പാർലമെൻറ്റിൻ്റെ ഉടമസ്ഥ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെതല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടേതല്ല, അത് ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ സംഭവം ലോകം മുഴുവനും ഭൂതലമാകെ, ഭൂമിക്ക് മുകളിൽ മുഴുവനും ഈ സംഭവം മുന്നേറും. പക്ഷേ ഇത് 3-ാം ലോക മഹായുദ്ധത്തിൽ 2029 ഭൂതലം ഒന്നാകെ മുന്നേറുന്നത്. അതിനെ ഒന്നാകെ മുന്നേറുന്നു. അതിനുശേഷം എന്നാൽ അതിന് മുന്നോടിയായി ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ വെറുപ്പിനെ, വിദ്വേഷത്തെ, ചതിയെ, വഞ്ചനയെ, ഗൂഢാലോചനകളെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞതിൻ്റെ ചില ബഹിർസ്ഫുരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മുന്നേറും അപ്പോൾ അതിൻ്റെ പിന്നാലെ 2029 ആരംഭിച്ചാണ് ഇപ്പോൾ ഇതിനെ പറയുന്നതെങ്കിലും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഭൂതലമാകെ മുന്നേറുന്നു. ഭയവും ഭീകരതയും വിധിക്കുന്നവരാണ് അവർ. നമുക്കറിയാം, കുടിയിറക്ക് ഭീഷണി വന്നാൽ അതിനെപ്പറ്റി മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഭയവും ആകൃതിയും ഉത്കണ്ഠയുമുണ്ട്. അത് നമുക്കറിയാം, ന്യായമായിട്ടും അറിയാം. അതാണ് അവർ വിതയ്ക്കുന്നത്. നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ. എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വചനമാണ്. ദൈവനീതി, സമൂഹനീതി, ഭരണഘടനാ നീതി, ഒരു രാജ്യത്തിൻ്റെ നീതി, ഇതൊക്കെ ഒരു ഭരണഘടനയെ ആശ്രയിച്ചും ഒരു സമൂഹത്തെ ആശ്രയിച്ചും അവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലുമാണ് അവിടെ നീതി. അങ്ങനെയാണ് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും. ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായ നീതി വ്യവഹാര വ്യവസ്ഥകളുണ്ട്, നമുക്കറിയാം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നീതിയും ന്യായം അവർ തീരുമാനിക്കുന്നത് തന്നെ. ചില ബോർഡുകൾ, ചില സംഘടനകൾ, ചില വ്യക്തികൾ കൂടി തീരുമാനിച്ച് പറയുകയാണ്, ഇതാണ് നീതി, ഇങ്ങനെയാണ് നീതി, ഇങ്ങനെയേ പോകാൻ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അതും കർത്താവ് തന്നെ പറയുന്നുണ്ട്. അവർ തീരുമാനിക്കുക തന്നെ. അവരുടെ നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ. അപ്പോൾ അനീതിയെ അവർ പറയുകയാണ്, ഇതാണ് നീതി എന്ന് പറയുന്നു. സത്യത്തെ അവർ മാറ്റിവെച്ചിരുമ്പോൾ ഇതാണ് സത്യം എന്ന് പറയുന്നു. യാഥാർത്ഥ്യ ബോധത്തെ മാറ്റിവെച്ചിട്ട് ഇപ്പോൾ കാണുന്ന ഈ സംഭവങ്ങളാണ് സംഭവം ശരി എന്നവർ പറയുന്നു. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കറിയാം, ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങൾ കൊണ്ട് പ്രവാചകങ്ങളിൽ കൂടെ സർവശക്തനായ ദൈവം അരുളി ചെയ്ത് വെച്ചതിൻ്റെ പിന്നാമ്പുറത്ത് ഇതിന് പിന്നിലൊരു വലിയ നിഗൂഢ രഹസ്യത്തെ ഈ കേൾക്കുന്ന കത്തോലിക്ക സഭയ്ക്കും ക്രിസ്ത്യാനികൾക്കും ആഗോള സഭയ്ക്കും വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത് ഹിന്ദു മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടിയല്ല.
കത്തോലിക്ക സഭയ്ക്ക്, അതൊക്കെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പറയുന്ന ഭാഗമാണ്. ഇതിനകത്ത് വലിയൊരു മർമ്മം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ മർമ്മത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റിൽ കൂടെ പുറകോട്ട് ക്ലാസ് എടുത്താണ് പോകുന്നത്. അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളെക്കാൾ വേഗതയുണ്ട്, അവയ്ക്ക് ഇര തേടുന്ന ചെന്നായ്ക്കളെക്കാൾ ഭീകരതയുണ്ട്. അവരുടെ കുതിരപ്പടയാളികൾ ഗർവോടെ മുന്നേറുന്നു, അവരുടെ കുതിരപ്പടയാളികൾ വിദൂര ദേശത്തു നിന്ന് വരുന്നു. ഇരയെ വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന കഴുകനെ പോലെ അവർ പറന്നെടുക്കുന്നു. അവർ അക്രമമായി വരുന്നു, അവർക്ക് മുമ്പേ അവരെക്കുറിച്ചുള്ള ഭീതി നീങ്ങുന്നു. അവരുടെ തടവുകാർ മണൽത്തരി പോലെ അസംഖ്യമാണ്. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു, പ്രഭുക്കന്മാരെ അവഹേളിക്കുന്നു. കോട്ടകൾ അവർ നിസ്സാരമായി തള്ളുന്നു, മൺതിട്ട് ഉയർത്തി അവർ അത് പിടിച്ചെടുക്കുന്നു. കാറ്റുപോലെ അവർ വീശി കടന്നു പോകുന്നു. സ്വന്തം ശക്തിയെ ദയമായി കരുതിയിരുന്നവർ പരിഭ്രാന്തരാകുന്നു. അപ്പോൾ അതതിൻ്റെ ഈ മൂന്നാം ലോക മഹായുദ്ധം 2027 ആരംഭിക്കുന്നു. അതതിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണ കാലഘട്ടം ഭൂമിയിൽ വരുമ്പോൾ സംഭവിക്കുന്ന ആ യുദ്ധത്തിൻ്റെ കുതിരകൾ പോകുന്നതും അതിൻ്റെ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഗൂഢാലോചനകളുടെ സംഭവങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. അതിൻ്റെ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് ആവശ്യമായ ക്രൂരത, പക, വിദ്വേഷം, കോപം ഇതെല്ലാം ഇളക്കി വിട്ടാലേ ഒരു മൂന്നാം ലോക മഹായുദ്ധം ലോകത്തിൽ സംഭവിക്കുള്ളൂ. അതിൻ്റെ പശ്ചാത്തലങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അതുകൊണ്ട് അവർ പറയുന്നതാണ് നീതി, അവർ പറയുന്നതാണ് ശരി എന്നവർ തീരുമാനിക്കുന്നു. നീതിയും ന്യായം അവർ തീരുമാനിക്കുന്നത് തന്നെ. അവരുടെ കുതിരകൾക്ക് പുള്ളിപ്പുലികളേക്കാൾ വേഗതയുണ്ട് എന്ന് പറഞ്ഞാൽ അത് യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ വരുന്ന യുദ്ധം അതിന് പുള്ളിപ്പുലികളേക്കാൾ വേഗത്തിൽ ഭയാനകമായ രീതിയിൽ അത് ആഞ്ഞടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് 2024 എന്ന സംഖ്യയിലാണ് ഈ സംഭവങ്ങൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും സംഭവിക്കുന്ന ആലോചിക്കണം. എന്തുകൊണ്ട് 25 വർഷം മുമ്പ് ഇത് സംഭവം പുറത്തു വന്നില്ല? അവിടെ ഒരു രഹസ്യം, നിഗൂഢമായ രഹസ്യം ഒളിയിടുന്നത്. ഇത് കത്തോലിക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ള രീതിയിൽ രാഷ്ട്രീയ രീതിയിൽ ചിന്തിച്ചാൽ ഇതിനർത്ഥം പിടികിട്ടുകയില്ല. അതിൻ്റെ രഹസ്യം നമുക്ക് പിടികിട്ടണമെങ്കിൽ നമ്മൾ പോയി മനസ്സിലാക്കേണ്ട സത്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, 2 ഉദാഹരണങ്ങളാണ് അതിനെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ 2 ഉദാഹരണങ്ങൾ വളരെ വ്യക്തമായ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സംഭവത്തിൻ്റെ കിടപ്പ്, എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി വരാൻ കാരണം, ഇപ്പോൾ നമ്മുടെ ശിരസിൽ, നമ്മുടെ തലയിൽ, ക്രിസ്ത്യാനികളുടെ മേൽ, സഭയുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ ഈ പ്രശ്നം ഇത്ര രൂക്ഷമായി വരാൻ എന്താണ് കാരണമെന്ന് വളരെ വ്യക്തമായി പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ പറയണം. അതിനുശേഷം രണ്ടാമത്തെ കാരണം പറയാം. ഒന്നാമത്തെ കാരണം പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു. സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ മോശ എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും മോശയുടെ സ്ഥാനത്ത് ഇരിക്കുന്നതാണ് നമ്മുടെ മാർപ്പാപ്പ. ഇപ്പോഴത്തെ ചിന്തി 2000 ഇതേത് 1000 വർഷം, 5000 വർഷം, 5500, 6000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച തിരുവചനമാണ്. പക്ഷെ അത് നമ്മൾ വായിക്കുന്നത് എവിടെ ഇരുന്നിട്ടാണ്? 2024 ഇരുന്നിട്ടാണ്. അതിൻ്റെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തെ നിങ്ങൾ വിവേചിച്ചാലേ നിങ്ങൾക്കതിൻ്റെ മർമ്മങ്ങൾ, അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങളുടെ പോയിന്റുകൾ മനസ്സിലായുള്ളൂ. അപ്പോൾ എന്താണ് സമം? അമലേക്യരുമായിട്ട് യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം തിരുവചനം തുടങ്ങിയാണ്. അവർ അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവായിട്ട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മോശയുടെ സ്ഥാനത്ത് നിന്ന് നമ്മുടെ മാർപ്പാപ്പയുടെ ആ പശ്ചാത്തലമെല്ലാം മോശയുടെ ആസ്ഥാനമായിട്ട് നമ്മൾ ഇന്ന് കാണണം. അപ്പോൾ ഇതിനകത്ത് മോശ, അഹ്റോൻ, ഹൂർ എന്ന് 3 പേരുണ്ട്. അതായത് ആഗോളസഭ, ഭാരതസഭ, കേരള സഭ. ഈ ഓരോ സഭയുടെയും ആസ്ഥാനത്തിൽ അതിൻ്റേതായ
മെത്രാന്മാർ, കർദിനാൾമാർ എല്ലാം ഉണ്ട്. നമ്മൾ ഇങ്ങനെ പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ പോയാൽ കർത്താവിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും എവിടെയാണ് തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി തിരുത്താനും സഭയ്ക്കും ആഗോള സഭയ്ക്കും, മാർപ്പാപ്പ മുതൽ മാർപ്പാപ്പ ആഗോള സഭ മുതൽ ഭാരത സഭ മുതൽ കേരള സഭ വരെയുള്ള എവിടെയാണ് സഭയ്ക്ക് തെറ്റുപറ്റിയെന്ന് കണ്ടുപിടിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എളിദാസനോട് പറഞ്ഞനുസരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി കണ്ടെത്തിയ വചനങ്ങൾ കൂടെ നിങ്ങൾ സംസാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ വൻ ചതി, ഇതിൻ്റെ പിന്നിൽ എവിടെയൊക്കെ ചതിക്കപ്പെട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ എവിടെയൊക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മോശ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ മാർപ്പാപ്പ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവർ കർത്താവായ ദൈവത്തിൻ്റെ മുമ്പിൽ, യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആഗോള സഭയ്ക്ക് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി, ലോകത്തിലെ ഓരോ രാഷ്ട്രങ്ങളിലെ സഭയ്ക്ക് വേണ്ടി മോശയുടെ സ്ഥാനത്തു നിന്ന് മാർപ്പാപ്പ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിൽക്കേണ്ട സമയമാണ് ഇപ്പോൾ ചെയ്യേണ്ട സമയം അതാണ്. എന്നാൽ അത് സംഭവിക്കുന്നുണ്ടോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കണം. മോശയുടെ കരങ്ങൾ ഉയർത്തിയപ്പോൾ അമലേക്കർക്ക് വിജയം. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് മാർപ്പാപ്പ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഭാരതസഭയുടെ ആസ്ഥാനത്തിൽ ഉള്ള, ഭാരതസഭയുടെ മൊത്തത്തിലുള്ള സഭയുടെ നേതൃസ്ഥാനത്തുള്ള കർദിനാൾ ആരാണോ ആ കർദിനാൾ, കേരള സഭയുടെ കേരള കത്തോലിക്ക സഭയുടെ മൊത്തത്തിലുള്ള ആളാരാണോ ആ മെത്രാന് അല്ലെങ്കിൽ ആ കർദിനാൾ, അതുപോലെ തന്നെ മലങ്കര ഓർത്തഡോക്സ്, CSI എല്ലാ സഭാവിഭാഗങ്ങളുടെയും നേതൃത്വ നിരയിലുള്ള കർദിനാൾമാരും ബിഷപ്പുമാരും മെത്രാന്മാരും വൈദികരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തൻ്റെ പൊന്നോമന മക്കളായ സഭയ്ക്ക് വേണ്ടി കരങ്ങൾ താഴ്ത്താതെ സന്ധ്യാസമയത്തും പ്രഭാതത്തിലും വെളുപ്പിന് 5 മണിക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സന്ധ്യാസമയത്ത് 2 മണിക്കൂർ ഈശോയുടെ മുമ്പിൽ, മറ്റ് ഞായറാഴ്ച ദിവസങ്ങളിൽ 2-2.5 മണിക്കൂർ ഉപയോഗിച്ച് പരിശുദ്ധ കുർബാന ചൊല്ലി അവിടെ കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട കാലഘട്ടം, വെളുപ്പിന് 5 മണിക്ക് വൈദികർ ദേവാലയത്തിലെത്തി അവിടെ പ്രാർത്ഥനയിൽ മാത്രമായിട്ട് മുഴുകേണ്ട സമയം. അതാണ് മോശയും ഹൂറും അഹറോനും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അന്നത്തെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പോലെ, മുട്ട നിന്ന് പ്രാർത്ഥിച്ച പോലെ കരങ്ങൾ കുഴഞ്ഞപ്പോൾ അടുത്തു നിന്ന സഹായികൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കറിയാം, വൈദികൻ പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് കൈമെടുത്തപ്പോൾ കപ്പ്യാരും സഹായികളും കരങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. പരിശുദ്ധാത്മാവിനെ സഭയിൽ നിന്നും ഇറക്കി വിടാൻ എളുപ്പമുണ്ടായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിനെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവില്ലാതെ പ്രാർത്ഥന ഫലം ചൂടുകയില്ല. അതിനുള്ള കർത്താവ് പറയാണ്, എന്താ സംഭവിച്ചേ? കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രാർത്ഥന നമ്മുടെ ആഗോള സഭ മുതൽ, നമ്മുടെ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ സഭ മുതൽ, ഭാരത സഭ മുതൽ കേരള സഭ വരെ നമ്മുടെ വിശുദ്ധിയുടെ നിറകുടമായി നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന പരാജയപ്പെട്ടപ്പോൾ നമുക്കറിയാം, അമലേക്കർ ജയിച്ചതുപോലെ, അമലേക്കർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ യുദ്ധം വിജയിച്ചതുപോലെ വിജാതീയ ശക്തികൾ കത്തോലിക്ക ക്രിസ്ത്യാനികൾക്കും സഭയ്ക്കും എതിരെ ശക്തി പ്രാപിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അവർ കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു, കരങ്ങൾ താഴ്ത്തിയിട്ടില്ല. മോശ അപ്പുറം, അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. മാർപ്പാപ്പയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിലെ കർദിനാൾമാർ ഉയർത്തിപ്പിടിച്ചിരിക്കണം. ഭാരതസഭയിലെ കർദിനാൾ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവിടുത്തെ മറ്റ് മെത്രാന്മാരും അച്ഛന്മാരും എന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. കേരള സഭയിലെ കർദിനാൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേരള സഭയിലെ ഓരോ രൂപതയിലെയും മെത്രാന്മാർ പോയിട്ട് കരങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓരോ വൈദികരും ഓരോ ഇടവകയിൽ തൻ്റെ ആസ്ഥാനത്ത് ദേവാലയത്തിൽ വെളുപ്പിന് 5 മണി മുതൽ വൈകിട്ട് 6 മണി 8 മണി വരെ മുട്ടയിൽ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മധ്യസ്ഥമായി ഈ തൻ്റെ ജനത്തിനു വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, തൻ്റെ ഇടയന്മാർക്ക് വേണ്ടി, തൻ്റെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി കരങ്ങൾ ഉയർത്തി വെച്ച് പ്രാർത്ഥിക്കേണ്ട ഇന്നത്തെ സഭ എവിടെയാണെന്ന് നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ട, പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കത്തോലിക്ക സഭയെങ്കിൽ പഠിപ്പിക്കുക തന്നെ ചെയ്യും. അതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. എനിക്ക് സൗകര്യമില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, അത്രമാത്രം കരങ്ങൾ പിടിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒരു മെത്രാൻ പറയണം, അല്ലെങ്കിൽ ഒരു കർദിനാൾ പറയണം, അത്രമാത്രം തീവ്രമായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന അവസ്ഥ എന്താണ്?
കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനങ്ങളും കത്തോലിക്ക സഭയുടെ അരമനകളും കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളും കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികളെയും ഇവിടെ നിറക്കി വിടുന്ന കാലം അതിവിദൂരമല്ല. അല്ലെങ്കിൽ അതും ഞങ്ങളുടേതാണ് എന്ന് തങ്ങളുടേതായ വസതികളല്ലാതെ അത് സ്വന്തമാക്കാൻ വേണ്ടി വരുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം ഞാൻ ആദ്യമേ വായിച്ചു. തങ്ങളുടേതല്ലാത്ത വസതികൾ ഇവർ സ്വന്തമാക്കും. ഇത് ദൈവവചനമാണിത്. ഇത് എൻ്റെ ഐഡിയ കൊണ്ട് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ. നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിക്കുവാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടുപിടിക്കാൻ കഴിയണം. എവിടെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു, എവിടെ പ്രാർത്ഥന കുറഞ്ഞുപോയി, എവിടെ തമ്മിത്തല്ല് വന്നോ, എവിടെ അടിപിടി വന്നോ, എവിടെ സഭയുടെ ശക്തി നശിച്ചു പോയോ, എവിടെ പരിശുദ്ധാത്മാവ് സഭയിൽ നിന്ന് പറന്നുപോയോ, എവിടെ ദുരാത്മാവ് കയറിക്കൂടിയോ, അപ്പോൾ ഞാൻ നിങ്ങളെ വിജാതിയർക്ക് വിട്ടുകൊടുക്കുമെന്ന് ഇസ്രായേൽക്കാരുടെ അനവധി സ്ഥലത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഭാഗം നമുക്കറിയാം. അത് ഇവിടുത്തെ അനുവദിക്കുന്നു. എപ്പോൾ മോശയുടെ കരങ്ങൾ താണോ അപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. എപ്പോൾ മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നോ അപ്പോൾ ഇസ്രായേലിനായിരുന്നു വിജയം. എപ്പോൾ മാർപ്പാപ്പയും കർദിനാൾമാരും വൈദികരും മെത്രാന്മാരും ഇടവാഞ്ഞനും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുട്ടുന്നത് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണമായിരുന്നു. നമ്മുടെ പ്രാർത്ഥന വളരെ കുറഞ്ഞുപോയി. പിന്നെ അതിനടുത്ത തലത്തിലേക്ക് നമുക്ക് വരാം. അതുകൂടെ പഠിക്കുമ്പോഴാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ തെറ്റെവിടെയാണ്, എവിടെയാണ് സഭയ്ക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് ക്രിസ്ത്യാനിക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് നമുക്ക് പരാജയപ്പെട്ടത്, നാം എവിടെയാണ് തോറ്റുപോയത്, എവിടെയാണ് നമ്മുടെ ജ്ഞാനം നമുക്കില്ലാതെ പോയതെന്ന് പഠിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരുന്ന ഈ സന്ദർഭത്തെ ഈ ഈ ഈ ഈ വചനത്തിൽ കൂടെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് പറയണം, നിങ്ങൾ പഠിച്ചേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ, പ്രാർത്ഥിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മുൻപത്തെ ജനങ്ങൾ കിടന്നുറങ്ങുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതം എവിടെ എത്തി? അവരുടെ ആത്മാവിൻ്റെ വേദന അവിടെ വന്ന് ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ അവർ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നമ്മുടെ മെത്രാന്മാരൊക്കെ ആശ്വാസനം ചെല്ലുന്നുണ്ട്. ശരി തന്നെ, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മെത്രാന്മാരും വൈദ്യരും ഒക്കെ വിളിച്ചിരുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളൊപ്പമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തും, നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ അവരുടെ ആത്മാവിലെ മുൻപ് നിവാസികളുടെ അല്ലെങ്കിൽ തളിപ്പറമ്പ് പോലത്തെ സ്ഥലങ്ങളിലെ അവിടെ വേദനിക്കുന്നവരുടെ ആത്മാവിലെ വേദന മാറ്റാൻ ആർക്കാണ് സാധിക്കുക? അവിടെ നമ്മൾ പഠിക്കണം. മോശ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു. സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും സൂര്യാസ്തമയം വരെ നിന്നു എന്ന് പറയുമ്പോഴും വെളുപ്പിന് 6 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന വൈകിട്ട് 6 മണിക്ക് വരെ മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെങ്കിൽ എങ്ങനെയായിരുന്നു പിടിച്ചത് പ്രിയപ്പെട്ടവരെ? തൊട്ട് താഴെ ഉയരങ്ങളിൽ നിൽക്കുന്ന അല്പം മുകളിലായി നിൽക്കുന്ന മോശ അല്പം മലയുടെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കിയാണ്. തൻ്റെ പൊന്നോമന മക്കളെ വെട്ടിക്കൊല്ലുന്ന അമലേക്കരെ നോക്കിക്കൊണ്ട് കരളുരുകി ചങ്കുപൊട്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ വേദനിച്ച് കരങ്ങൾ ഉയർന്നൊന്നും മോശ അറിഞ്ഞില്ല. മോശയുടെ കരങ്ങൾ താഴാതെ ഇത് കണ്ടുകൊണ്ട് സ്വന്തം മക്കളെ വെട്ടിക്കൊല്ലുന്നത് കണ്ട് യുദ്ധത്തിൽ മരിച്ചു വീണ് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് രക്തം ചിന്തി മരിക്കുന്നത് മോശ കണ്ടുകൊണ്ട് നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അതുകൊണ്ട് കരങ്ങൾ കുറേ എന്നിട്ടും കരങ്ങൾ താഴ്ന്നു തുടങ്ങിയപ്പോൾ അവരൊരു കല്ലുരുട്ടി മോശം ഇവിടെ ഇരുത്തി ഇടത്തും വലത്തും നിന്ന് പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം ഇന്നത്തെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ദേവാലയങ്ങളിലെ പ്രാർത്ഥന ശുഷ്കവും ശൂന്യമായി പോയെന്ന് ഞാൻ പറയും. രാവിലെ ഒരു കുർബാനയല്ലി, ഒരു പിള്ളേർക്ക് വേണ്ടി ഒരു കുർബാനയല്ലി, പള്ളി അടച്ചു, എല്ലാവരും പോയി. എന്ത് കുർബാനയാണ്? കുർബാനയുടെ ശക്തി ഇതാണോ കുർബാനയുടെ ശക്തി? ഇതാണോ പ്രാർത്ഥനയുടെ ശക്തി? ഇതാണോ ആരാധനയുടെ ശക്തി? ഇതാണോ വൈദ്യരുടെ പ്രാർത്ഥന? ഇതാണോ കർത്താക്കന്മാരുടെ പ്രാർത്ഥന? ഹൂറും അഹ്റോനും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇടത്തും വലത്തും സഹായികളെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരമുള്ളവരെ നിർത്തിക്കൊണ്ട് ആരാധിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ക്ഷമയാചിച്ച് പരിശുദ്ധി കൊണ്ട് നിറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അശുദ്ധിയോടെ നിന്ന് പ്രാർത്ഥിക്കരുത് പ്രിയപ്പെട്ടവരെ. ഇനി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടെ ബോധ്യമാവും. അന്ന് ലേവ്യരുടെ പുസ്തകം നമുക്കറിയാം. ലേവ്യരുടെ പുസ്തകത്തെക്കുറിച്ച് നമ്മളറിയാം. ലേവ്യരുടെ പുസ്തകം അതിനകത്ത് 18-ാം അധ്യായം. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക, അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, ഞാനാണ് കർത്താവ്. നിങ്ങൾ കർത്താവ് സംസാരിക്കും. നമ്മുടെ കത്തോലിക്ക സഭയോട് യേശു പറയാണ്. എന്താണ് പറയുന്നത്? യേശുവിൻ്റെ അടുത്ത് ചെന്ന് ഒരു അന്നത്തെ നിയമപണ്ഡിതൻ എന്ന് പറയുന്ന ഇന്നത്തെ ഒരു വക്കീൽ എന്ന് പറയുന്ന ഒരു നിയമപണ്ഡിതൻ യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗുരു,
നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഒരു ചോദ്യമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം അടുത്ത് ചോദിക്കും. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, പ്രമാണങ്ങളെല്ലാം നിനക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏതെല്ലാം? അപ്പോൾ പറഞ്ഞു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യൻ്റെ പിന്നാലെ പോകരുത്, സമ്പത്തിൻ്റെ പുറകെ പോകരുത്, വിഗ്രഹാരാധനയുടെ പോകരുത് എന്നൊക്കെ കർത്താവ് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ പാലിക്കുന്ന, ഇനി എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്നിൽ പറയാൻ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന പലതും വിറ്റു. 18 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം കൊടുത്ത് നമ്മൾ കോഴ്സ് പഠിച്ച് ആ 20 ലക്ഷം 30 ലക്ഷവും വിദേശ ഏജൻസിക്ക് കൊടുത്ത് നമുക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നതിന് പകരം നമുക്കുള്ളതെല്ലാം വിറ്റ് ഏജൻസിക്ക് കൊടുത്തുകൊണ്ട് കാനഡയിലേക്കും അമേരിക്കയിലേക്കും ചേക്കേറിയപ്പോൾ ഇതാ അവിടുന്ന് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും UK-യിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ചും അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് കെട്ടിപ്പെറുക്കി സ്വന്തം ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് ഓടുന്ന സമയം അടുത്തു വരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ സമയത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ ഓടാനായിട്ടില്ല. ഫ്ലൈറ്റ് സർവീസ് അത്യാവശ്യം ഇപ്പോഴുണ്ട്. 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല. പൊട്ടിപ്പുറപ്പെടും 2027 പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമ്മൾ കൂടും കൊടുക്കുകയും ഇവിടുന്ന് എടുത്ത് പോയെങ്കിൽ അവിടെ കിടന്ന് മരിക്കേണ്ട അവസ്ഥ വരും. കാരണം ഒറ്റ വിമാനവും പൊന്തില്ല. എന്നാൽ അതതിൻ്റെ ഒരു പോയിന്റ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. കർത്താവ് ചോദിക്കുന്നത്, ഗുരു നിത്യനവകാശമായി എന്ത് ചെയ്യണം? നീ കൽപ്പനകൾ നിനക്കറിയാമല്ലോ. അത് കർത്താവ് പറഞ്ഞിട്ട് ഇവിടെ കൊല്ലരുത്, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു വലിയ സത്യത്തെ, ഒരു ആദിമ പാപത്തെ അന്തിമ പാപവും അന്തിമ പാപത്തെ ആദിമ പാപവുമായിട്ടുള്ള ഒരേ ഒരു പാപമേ ഉള്ളൂ, ഒരേ ഒരു തിന്മയുള്ളൂ. പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. ആ പാപം അതിൻ്റെ രണ്ടാമത്തെ അർത്ഥത്തിൽ പറയുമ്പോൾ അതിൻ്റെ പാപത്തിൻ്റെ പ്രവൃത്തി രൂപമായ തിന്മയും നമ്മൾ ഒന്നും മനസ്സിലാക്കണം. ഇവിടെ ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 9-ാം ദിനം, നിന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെയോ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത്. അതിൻ്റെ തന്നെ ഒരു വചനോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണത മനസ്സിലാകുള്ളൂ. അതിൽ തന്നെ 18-ാം അധ്യായം 17-ാം തിരുവചനം, ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയ സഹോദരങ്ങളെ? നിന്റെ സന്തതികളിൽ ഒന്നിൻ്റെയും മുളോക്കിൻ്റെയും ബലിയർപ്പിച്ച് ദൈവത്തെ അശുദ്ധമാക്കരുത്. നിന്റെ സന്തതികളിൽ ഒന്നിനെയും മുളോക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. പ്രമാണ ലംഘനം. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ ഇന്നത്തെ ബ്ലൂ ഫിലിം. ഈ നഗ്നത അനാവൃതമാക്കരുത് എന്ന് പറഞ്ഞാൽ നഗ്നത കാണരുത്. ഇന്ന് സഭയിൽ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ ഇത്രയും തൊട്ടേ പറഞ്ഞാലും ബാക്കിയൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോകം കണ്ടുകൊള്ളട്ടെ, വിജാതിരി കണ്ടുകൊള്ളട്ടെ, അതവർ നിർമ്മിക്കുകയോ ഉണ്ടാക്കുകയോ കാണുകയോ ആസ്വദിക്കുകയോ ചെയ്തോട്ടെ. ചൈനക്കാരും റഷ്യക്കാരും അമേരിക്കക്കാരും ആരെങ്കിലുമൊക്കെ കണ്ടോട്ടെ. കത്തോലിക്ക സഭയിലെ ഒരു വ്യക്തി പോലും ഇത്തരം അനാചാരങ്ങൾ, ദുഷ്ടത നിറഞ്ഞ ഈ പ്രമാണ ലംഘനം, ഇതാണ് ആദിമ പാപം. ആദിമ പാപത്തിൽ സംഭവിച്ചതാണ്. വെളിപാട് ഗ്രന്ഥത്തിൽ വെളിപാട് 18:3 ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്തെന്നുള്ള പാപത്തെ ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 18:3, അവളുടെ വാസസ്ഥലവും അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷിയുടെയും താവളമായി. എന്തെന്നാൽ അവൾ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് മട്ടുവരെ ഊറ്റിക്കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അത് നമ്മൾ 18:3 അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിൻ്റെ ലേവ്യരുടെ പുസ്തകത്തിലെ വായനയാണ്. ഇത് എപ്പോഴാണ് ഇതിൻ്റെ തുടക്കം നമ്മൾ കണ്ടുപിടിക്കണം, എങ്കിലും നമുക്ക് മനസ്സിലാക്കുള്ളൂ. അതിൻ്റെ രണ്ടാം ഘട്ടം, ഒന്നിപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു, അതായത് കർത്താവിനെ പരിത്യജിച്ചു, യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ വ്യാകാരം, മരണത്തിൻ്റെ വസ്തുതകളിലേക്ക് ലോകം കടന്നു, നമ്മുടെ സഭ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കടന്നു പോകും. അതിൻ്റെ രണ്ടാമത്തെ പ്രശ്നമാണ് ലേവ്യർ 18 തന്നെ 21 പറയുന്നത് എന്താണ്? നിന്റെ സന്തതികളിൽ ഒന്നിനെയും മുളോക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത്. എന്നതിൻ്റെ അർത്ഥം ഇതാണ്. അബോർഷൻ എന്ന് ഒറ്റവാക്കി പറയുന്നുണ്ടെങ്കിലും മുളോക്കിന് ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയ സഹോദരങ്ങളെ? അതിൻ്റെ അർത്ഥം ഇതാണ്. സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ആഢ്യത്വത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ ദേവനായിരുന്ന മൊളോക്കിന് തൻ്റെ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്ന അന്നത്തെ മൊളോക്കിൻ്റെ പ്രതിമയുണ്ടായിരുന്ന പറഞ്ഞ പഴയ കാലത്ത്. അത് ഓട് കൊണ്ടുണ്ടാക്കിയിട്ട് അതിന് തീ കൊടുക്കുമ്പോൾ അതിങ്ങനെ ജ്വലിച്ചിരിക്കും ഒരു മുളക്. അതിനൊരു വാ പോലെയുണ്ട്. അതിനകത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇട്ടുകൊടുത്ത് കത്തി ജ്വലിച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് കുഞ്ഞുങ്ങളെ, ശിശുക്കളെ കൊണ്ട് ഇട്ട് കൊടുക്കും. എന്തിനാണ്?
ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാനാണ്, വലിയ സമ്പത്തുണ്ടാകാനാണ് പറഞ്ഞ് കുഞ്ഞിനെ ബലി കൊടുക്കുക. ആ ബലി കൊടുക്കുന്ന അതേ പദ്ധതിയാണ് ഇന്നത്തെ അബോർഷൻ. ഇന്ന് ഒരു കുഞ്ഞ്, രണ്ട് കുഞ്ഞ്, രണ്ട് കുഞ്ഞ്, ഇപ്പോൾ അതും കുറഞ്ഞ് ഒരേ ഒരു കുഞ്ഞ്. നമ്മുടെ കത്തോലിക്ക സഭയിൽ 1,25,000 വരുന്ന യുവാക്കന്മാർ വിവാഹം കഴിക്കാൻ പെൺകുഞ്ഞുങ്ങളില്ലാതെ നെട്ടോട്ടമോടുമ്പോൾ അവരുടെ ഹൃദയവേദന കാണാൻ ഇവിടെ ആർക്കും സാധിക്കില്ലെങ്കിൽ കർത്താവിൻ്റെ മുമ്പിലുണ്ട് ഈ കണ്ണുനീര്. ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്ന മക്കൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ എവിടെയെങ്കിലും ഒരു പെൺകുഞ്ഞിനെ തരാമോ, എവിടെയെങ്കിലും അറിയുന്ന പെൺകുഞ്ഞിനെ തരാമോ, ഇവിടെ വീടുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ചെറുക്കിന് ജോലിയുണ്ട്, 45-46 വയസ്സായിട്ട് വിവാഹമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരാണ്? നമ്മുടെ അഹങ്കാരം. അതിന് 2 തലമുണ്ട്, ഒന്ന് സഭാതലം, ഒന്ന് 2 മാനുഷിക തലം. സഭയിൽ വ്യക്തമായ പഠനം നടന്നിട്ടില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് അത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവിടെ ഇത് ഒരു വചനം പറഞ്ഞിട്ടെന്നുള്ളൂ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു വചനം ഇങ്ങനെയുണ്ട്: അവർ വിശുദ്ധരുടെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായിരിക്കുന്നു ഞാൻ കണ്ടു. വെളിപാടിൻ്റെ പുസ്തകം ഞാൻ തപ്പിയെടുക്കാൻ സമയമുണ്ട്, ഞാൻ പറയാതുകൊണ്ട് പറയുന്നില്ല, ആ നമ്പർ പറയുന്നില്ല, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? വിശുദ്ധരുടെയും, വിശുദ്ധ ഇസ്രായേൽ ജനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സാക്ഷികൾ, ക്രിസ്ത്യാനികളുടെ, ഇസ്രായേൽ ജനത്തിൻ്റെയും ക്രിസ്ത്യാനികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായിരിക്കുന്നു കണ്ടു. ഗർഭപാത്രം മുറിച്ചു കെട്ടി ഒരു കുഞ്ഞ് മാത്രം ജന്മം കൊടുത്ത്, രണ്ടാമത്തെ കുഞ്ഞ് വന്നപ്പോഴത്തേനും ഗർഭപാത്രം മുറിച്ച് അവിടെ രക്തം ചിന്തി. എന്നാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പലരും അന്നും ഇന്നും ഗർഭപാത്രത്തെ മുറിച്ചു കെട്ടില്ല. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, ഇഷ്ടം പോലെ, അവിടെ വിവാഹമുണ്ട്. ഈ 1.25 ലക്ഷത്തോളം വരുന്ന ഈ ജനങ്ങൾ, ഈ കത്തോലിക്ക സഭയിൽ യുവാക്കന്മാർക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് സംഭവിച്ചത്? നമ്മുടെ അഹങ്കാരം, നമ്മുടെ ധിക്കാരം, നമ്മുടെ സമ്പത്തിൻ്റെ പുറകെയോട്ടം. ഇതിന് ശിക്ഷ തിരിച്ചടി തന്നേ പറ്റൂ. അതുകൊണ്ട് കർത്താവ് ഈ വേഗമേറിയതും കൽദായ ജനം പുള്ളിപ്പുലികളേക്കാൾ വേഗതയുള്ള ഒരു കൽദായ ജനതയെ ഞാൻ നിങ്ങൾക്കെതിരെ ഇളക്കിവിടുന്നു സർവശക്തനായ ദൈവം പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? നീ ഒരു സ്ത്രീയുടെയും നഗ്നത കാണരുത്, അവളുടെ തന്നെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്, അത് അധർമ്മമാണ്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? വെളിപാട് ലേവർ 18:18 അത് അധർമ്മമാണ്. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ പുറകെ പോകുന്നു, സ്വന്തം ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനെ പുറകെ പോകുന്നു. അതായത് വിവാഹം എന്ന കൂതാശ തകർന്ന തരിപ്പണമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് തിരിച്ചടി, ഈ ചെയ്തു കൂട്ടിയ മുഴുവൻ തിന്മയുടെയും തിരിച്ചടി സഭയ്ക്ക് താങ്ങാനാവില്ല. സഭ ശരിക്കും മുറിവേൽക്കപ്പെടും. സഭക്കത്ത് വിജാതിരി ഞങ്ങൾ കൂടുതലാണ്. ഹിന്ദുക്കൾ അവരുടേതായ പ്രശ്നമുണ്ട്, മുസ്ലിങ്ങൾക്ക് അവരുടേതായ പ്രശ്നം ഉണ്ടാവും, ഇതും മറ്റും. പക്ഷേ കത്തോലിക്ക സഭ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാരണം ഇതുപോലെ താക്കീതൊന്നും ജ്ഞാനപ്പെടുത്തി നിങ്ങളോട് സംസാരിക്കാൻ, സഭയോട് സംസാരിക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. അതിന് ഞാനില്ലായിരുന്നു, ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് സഭയ്ക്കത്തെ സഭാതലത്തിൽ ബോധമില്ലാതെ പോയത്. അതുകൊണ്ടാണ് അതൊന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് വചനത്തിൽ കൂടെ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് അവർ വിശുദ്ധരുടെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായിരിക്കുന്നു കൊണ്ടു. ഗർഭപാത്രം മുറിച്ചു കെട്ടി രക്തം ചിന്തി സാത്താന് വേണ്ടി രക്തം കൊടുത്തു. ഒരേ ഒരു കുഞ്ഞ്, രണ്ടേ ഒരു കുഞ്ഞ് പരിപാടിച്ചു, അന്നേരം ഗർഭപാത്രം മുറിച്ചു കെട്ടി രക്തം ചിന്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇഷ്ടം പോലെ പണം, 25 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റാനുള്ള സമ്പത്ത്, 2 നില വാർക്ക് വീടും കാറും, 2 മക്കളുള്ളവർ, ഒരാൾ അമേരിക്ക UK ഇഷ്ടം പോലെ മാസം പൈസ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമത്തെ നിലയിലെ 2ാമത്തെ 3ാമത്തെ മുറിയിൽ ഒരു അപ്പനും അമ്മയും കിടന്നുറങ്ങുന്നു. ഇഷ്ടംപോലെ പണം വരുന്നു. 2 കുഞ്ഞുങ്ങൾ. അവരുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളും ഇല്ല. അവർ കല്യാണം കഴിച്ച ഒരേ ഒരു കുഞ്ഞ്. പിന്നെ ഒരാൾ കാനഡയിൽ, ഒരാൾ ഓസ്ട്രേലിയയിലാണ്. അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കാൻ സമയമില്ല, കുഞ്ഞുങ്ങളില്ല. നമ്മളൊക്കെ 5ാമത്തെ 6ാമത്തെ മക്കളായിരുന്നു നമ്മൾ. പക്ഷേ 2 മക്കളെ കൊണ്ട് നിർത്തുന്ന ദമ്പതികളെ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ബാക്കി കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഇല്ലേ പറയിപ്പിക്കും കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ തലമണ്ടയ്ക്ക് ഇനിയെങ്കിലും ഒരു ബോധം, വിവരവും നമ്മുടെ സഭയിലെ വൈദികർക്കും മെത്രമാർക്കും ബോധം ഉദിച്ചേ പറ്റൂ. ഉദിച്ചില്ലെങ്കിൽ ഉദിപ്പിക്കും ദൈവം. ഹല്ലേലൂയ. നിന്റെ സന്തതികൾ ഒന്നിനെയും നീ മൊളോക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാകരുത്. മൊളോക്കിന് ബലിയർപ്പിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്തു, കുഞ്ഞുങ്ങളുടെ ഭാര്യയുടെ ഗർഭപാത്രം മുറിച്ചു കെട്ടി, പിന്നൊരു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാത്ത തടസ്സം ചെയ്യും. ഒന്ന് ചീത്തപ്പടം കണ്ടു മനുഷ്യൻ അങ്ങനെ അത് ആസ്വദിക്കുന്നു. എന്നിട്ടോ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതെ. എനിക്കറിയാം, എനിക്ക് അറിയാവുന്ന കുറേ കേസുകളുണ്ട്. കല്യാണം കഴിഞ്ഞ് ഭാര്യ
ഇടത്തോട്ടും പോയി, ഭർത്താവ് വലത്തോട്ടും പോയി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോഴത്തേനും വർഷം 5 കഴിഞ്ഞു, അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് കുഞ്ഞുങ്ങളുണ്ടാകാൻ സമയമില്ല. പണമുണ്ടാക്കുകയാണ്. പണത്തിൻ്റെ പുറകെ പോയ ഓരോ വ്യക്തിയും ആ നാട്ടിൽ കിടന്ന് മരിക്കുന്ന സമയം വരുന്നു. വിമാനങ്ങൾ ഒറ്റൊരെണ്ണം പൊങ്ങുകയില്ല. യുദ്ധങ്ങൾ അതിൻ്റെ ആഗോളതലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒറ്റ വിമാനം പൊങ്ങില്ല. അവിടെ പട്ടിണിയും പരിവട്ടപ്പെട്ട് അവിടെ കിടന്ന് മരിക്കും. ആരെങ്കിലും അതിനു മുമ്പ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2025 ഡിസംബർ 31 സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇല്ലെങ്കിൽ 26, 27 ആഗോള യുദ്ധം വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പണത്തിൻ്റെ പിന്നാലെ ഓടിയെങ്കിൽ ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യാണ്. അതുകൊണ്ട് എവിടെയാണ് തെറ്റുപറ്റിയെന്ന് പഠിച്ചുകൊള്ളുക, ഗ്രഹിച്ചുകൊള്ളുക, മനസ്സിലാക്കുക. കർത്താവിൻ്റെ മുമ്പിൽ ഓരോ ദേവനും കേരളത്തിലെ, ഭാരതത്തിലെ, ആഗോള സഭയിലെ മാർപ്പാപ്പ അടക്കം, മാർപ്പാപ്പയ്ക്ക് മുട്ടാതെ നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ കസര ഇരിക്കുക, 2 പേരെ അടുത്ത് നിന്നിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. കർത്താവിൻ്റെ കരുണ ലഭിക്കുന്നില്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് അതിഭയനം. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലെ കർത്താവ് വചനം എഴുതിച്ചിരിക്കുന്നത്. എന്താണ്? വേഗമേറിയതും ശക്തി കൂടിയതുമായ കൽദായ ജനത്തെ ഞാൻ നിനക്കെതിരെ ഇളക്കിവിടുന്നു. ഇനി അവർ പറയുന്നതാണ് നീതി എന്ന് പറഞ്ഞു. അപ്പോൾ നീതിയായിട്ട് വരുന്നൊരു കാലം വരും. അതിന് പിന്നാമ്പുറങ്ങളിലുള്ള ചില തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഞങ്ങളുടേതാണെന്ന് പറയാൻ മാത്രം അവർ വളർന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. അവരുടെ നീതി ഈ ലോകത്തിന്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നീതി എവിടെ മാറ്റിവെക്കും? ഇങ്ങോട്ട് മാറ്റിവെക്കാൻ പറ്റുമോ? പറ്റും. നമ്മൾ ചിന്തിക്കുക പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ അതേപ്പറ്റി ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നുണ്ട്. അതിന് പാർലമെൻറ്റ് നിയമങ്ങൾ കാര്യങ്ങളൊക്കെ വരും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഇത് എങ്ങോട്ട് വളർന്നു പോയി, എവിടം വരെ എത്തി നമ്മൾ ചിന്തിക്കണം. അത് പഠിക്കണം. അത് പഠിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു വെച്ച നിഗൂഢ രഹസ്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകണം. നമ്മളത് പഠിക്കണം. നമ്മളിപ്പോൾ ലോകത്തെയോ ഹൈന്ദവ സമുദായത്തെയോ മുസ്ലിം സമുദായത്തെയോ വിജാതിയോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ കത്തോലിക്ക സഭയുടെ കാര്യം നോക്കണം. സഭയുടെ കാര്യം നമ്മൾ ആദ്യം. പക്ഷേ മുൻപ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സഭയോടെ ചെല്ലണം. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയ സഹോദരങ്ങളെ. ഈ കേരളത്തിലെ മുഴുവൻ ഇടവയിൽ നിന്ന് ഒരു വണ്ടി ആളുകൾ, ഒരു ബസ്, ഈ കേരളത്തിലെ മുഴുവൻ ഇടവകളിൽ നിന്നും ഓരോ ബസ് മുൻപത്തേക്ക് പോകണം. ഓരോ ബസ് മുൻപത്തേക്ക് അവിടെ പോയി ഐക്യദാർഢ്യം പറയണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി മുട്ട നീക്കേണ്ട ചുമതല നമുക്കുണ്ട്. നമ്മൾ പോയി അവർക്ക് വേണ്ടി ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾ ഒറ്റയല്ല. ഞാൻ പറയട്ടെ, കാസർഗോഡ് സ്ഥലത്ത് താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഒരു ഇടവക, അവൻ്റെ ആ ഇടവകയുടെ, അല്ലെങ്കിൽ ആ കാസർഗോഡ് ഭാഗത്തുള്ള ക്രിസ്ത്യാനികളുടെ സഹോദരന്മാരാണ് മുൻപത്തുള്ളവർ. ഈ എത്ര ദൂരെയുള്ളവരാണേലും, ഇനി മാർപ്പാപ്പയുടെ വത്തിക്കാനിലുള്ള അവരുടെ ആണെങ്കിലും, വത്തിക്കാനുള്ള ഒരു ഇടവകയിലാണെങ്കിലും, വത്തിക്കാൻ്റേതാണെങ്കിലും അവരുടെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ മക്കളാണ് മുൻപത്തുള്ളവർ. എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ക്രിസ്തു സ്നേഹം എന്ന് പറയുന്നത്. അത് പരസ്നേഹവും ക്രിസ്തു സ്നേഹവും. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ ഇത്തരം വേദനിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനും അവർക്ക് എന്തെങ്കിലും ധനസഹായം ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാനും നമുക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്ന അവസ്ഥയിലേക്ക് വരും, ശിക്ഷ തന്നെ വരും. അതങ്ങനെ തന്നെ കർത്താവ് വന്നിരിക്കുന്നത്. നിന്റെ അക്ഷര പ്രതിഷ്ഠകളെ നീ എടുത്ത് കളഞ്ഞോണം. നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക. അവ അനുസരിക്കുന്നവർ അതിനാൽ ജീവിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നാൽ അനുസരിക്കുന്നില്ലെങ്കിലോ നിങ്ങൾക്കെതിരെ വേഗമേറിയതും തിക്തവുമായ ഒരു കൽദായ ജനതയെ ഞാൻ ഇളക്കിവിടും. അവർ പറയുന്നത് നീതിയായിട്ട് വരും, അത് അനീതി അവർ നീതിയായിട്ട് പറയും. അത് സ്വീകരിക്കുകയോ നമ്മൾ ചെയ്യാൻ നമുക്കാവില്ല. അത്രമാത്രം ഭയാനകമായിരിക്കും. കാരണം നമ്മുടേതായ വസതികൾ അല്ലാതെയുള്ള വസതികൾ അവർ സ്വന്തമാക്കാൻ വരും. നമ്മുടെ വീടും നമ്മുടെ പറമ്പും നമ്മുടെ സ്ഥലവും അവർ പറയുന്നത് ഞങ്ങളുടേതാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇത് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വാർത്ത കൂടെ കേൾക്കുന്നുണ്ടല്ലോ. എവിടെ നമ്മുടെ കണ്ണെവിടെയാണ്, കാതെവിടെയാണെന്ന്, നമ്മുടെ തലച്ചോറ് എവിടെയാണെന്ന് പഠിച്ചോ. കത്തോലിക്ക സഭയോടായിട്ടാണ് ഈ ക്ലാസ് ഞാൻ പറയുന്നത്. ക്രിസ്ത്യാനികളായിട്ട് പറയുന്നത്. നമ്മൾ പ്രാർത്ഥന ഓരോ ഇടവകയിലും വെളുപ്പിന് 5 മണിക്ക്, എല്ലാവർക്കും വാഹനമുണ്ട്, വെളുപ്പിന് 5 മണിക്ക് ഓരോ ഇടവകയിലും പ്രാർത്ഥന തുടങ്ങട്ടെ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കട്ടെ, മണിക്കൂറുകൾ ആരാധിക്കട്ടെ. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനല്ല. 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ കർത്താവായ യേശു വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കണം. ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അല്ലാതെ ഇഷ്ടംപോലെ മൂക്കറ്റും ചിക്കനും ബിരിയാണി തിന്നിച്ച് വന്നിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ഉപവസിച്ച് വെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. അടുത്ത ആഴ്ച തുടങ്ങി നിങ്ങളുടെ അച്ഛന്മാരോട് പറ, നിങ്ങളുടെ മെത്രന്മാരോട് പറ, നിങ്ങളുടെ ഇടവയിലുള്ളവരോട് പറ, നിങ്ങളുടെ വചനപ്രൊഫഷനോട് പറ, നിങ്ങളുടെ പള്ളി കമ്മിറ്റിയോട് പറ, പ്രാർത്ഥന തുടങ്ങണമെന്ന് പറ. ഇല്ല, പ്രാർത്ഥിപ്പിക്കും ദൈവം. പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന കാലം അടുത്തെത്തും. അതുകൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ശക്തമായ ഭാഷയിൽ പറയുന്നത്, ഈ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് നമ്മൾ വൈകിപ്പോയി.
യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. തലക്കിട്ട് അടി കിട്ടുമ്പോഴാണ് നമുക്ക് ബോധം വയ്ക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ, ഇത് ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. വചനത്തിൽ കൂടെ തന്നെ പോയി എവിടെയാണ് പ്രശ്നങ്ങളെന്ന്, നിന്റെ മുമ്പിലിരിക്കുന്ന അശുദ്ധമായ മ്ലേച്ഛമായ എന്തെങ്കിലും വസ്തു, അത് എന്തെങ്കിലും വസ്തു തിന്മ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ, അത് ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ കണ്ണുകൾക്ക് മുമ്പിലിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിച്ച എൻ്റെ ക്ലാസ് കിടപ്പുണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എവിടെയാണ് നമ്മൾ കണ്ണും കാതും ഇനിയെങ്കിലും വിശുദ്ധിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നടുറോട്ടിൽ പോയി കിടക്കേണ്ടി വരും. നടുറോട്ടിൽ കയറി പോയി കിടന്നാൽ നമ്മുടെ തലയിൽ കൂടെ വണ്ടി കയറിപ്പോവും. നമ്മൾ ചതഞ്ഞരിഞ്ഞ് മരിക്കുന്നല്ലാതെ ആ മരിച്ചാൽ പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല പ്രിയപ്പെട്ടവരെ. അത്രമാത്രം ഭയാനകമായിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതാ ഞാൻ കാര്യസഹിതം ഞാൻ നിങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഇത് മെത്രാന്മാരായാലും അച്ഛന്മാരായാലും വചനഘോഷകരായാലും സഭയായാലും ആഗോള സഭയായാലും മനസ്സിലാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ രണ്ടാമത്തെ വരം എന്ന ക്ലാസ്സിലൂടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എവിടെ എത്തി, എന്തുകൊണ്ടാണ് കർത്താവായ ദൈവമേ ഇത്ര വേദനാജനകമായി സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എത്രമാത്രം ദുഃഖവും ദുരിതവും ആകൃതിയും വേദനയാണ് സംഭവിക്കുന്നത്. ഉരുൾപൊട്ടലിൻ്റെ വേദന കൊണ്ട് ഭവനം നഷ്ടപ്പെട്ടവരും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരും, മറ്റൊന്ന് ഇതിൽ ഉരുളും പൊട്ടിയിട്ടില്ല വീടുകൊണ്ട് പക്ഷേ സ്വന്തം വീട്ടിൽ കിടക്കാൻ പോലും അധികാരാവകാശമില്ലാത്ത വിധം കുടിയിറക്കപ്പെടാനുള്ള സാധ്യതകളാൽ നമ്മൾ മൂടപ്പെടുമ്പോൾ നമ്മുടെ ഈ അവസ്ഥ, നമ്മൾ ക്രിസ്തുവിലായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് തിന്മ തലപൊക്കുന്നത്, അല്ലെങ്കിൽ തിന്മ നമ്മുടെ മേലെ കയറി ഭരിക്കുന്നത്? എന്തുകൊണ്ട്? അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ പ്രാർത്ഥന, ഹൂറും അഹറോനും മോശയുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് അവിടെ ഇരുന്ന് മണിക്കൂറുകൾ പ്രാവശ്യം കയ്യും കാലും ഒക്കെ കഴിച്ച് പൊട്ടണം പ്രിയപ്പെട്ടവരെ. കരങ്ങൾ പിടിച്ചാൽ മണിക്കൂറുകൾ കയറി ഉയർത്തിപ്പിടിക്കണം. അതുപോലെ നമ്മൾ ശക്തമായ മണിക്കൂറുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാനമാണ് ഒരു വിശുദ്ധ ബലി വേണ്ടത്. അല്ലാതെ വിശുദ്ധ ബലി രാവിലെ തുടങ്ങി അത് കണ്ടു കേട്ടു തിന്നു കുടിച്ചു പോയി എന്ന് പറഞ്ഞ് പോകാനുള്ളതല്ല. അതല്ല വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും. രാവിലെ 6 മണിക്കെങ്കിലും ഒരു ദേവാലയത്തിൽ പ്രാർത്ഥന വേണം. 6, 4, 10, 4 മണിക്കൂർ കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഇനിയുള്ള കാലങ്ങളിൽ ഈ കുറവിനെ ഇനി തകർത്തണം. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. പാർലമെൻറ്റിൽ പാസ്സാക്കേണ്ട നിയമം പാസ്സാക്കിയിരിക്കും. കർത്താവ് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. നിന്റെ കരച്ചിലും വേദനകളും ആകൃതികളും എല്ലാം കർത്താവ് കേൾക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി അനുസരിച്ച് കർത്താവ് ഒരു ജനത്തെ മാറ്റണമെങ്കിൽ മാറ്റാനും മറ്റൊരു ജനത്തെ കൊണ്ട് നീതി പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസം. സർവശക്തനായ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ദൈവമെന്ന് നാം ലോകം മനസ്സിലാക്കത്തക്ക രീതിയിൽ നീതിയുടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ആരാധിക്കേണ്ടി വരും പ്രിയ സഹോദരങ്ങളെ. അതിനാൽ നമുക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ക്ലാസ് നിങ്ങൾ 10,000ങ്ങളേക്ക് അയച്ചു കൊടുത്ത്, അച്ഛന്മാർക്ക് മെത്രാന്മാർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ജ്ഞാനം വെക്കട്ടെ. അവർക്ക് കുറച്ച് ജ്ഞാനം വെക്കേണ്ടതായിട്ട്. അവർക്ക് വചനം പലതും വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല, പലതും അറിയാമെങ്കിലും പറയാനും പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ഇവർ തലപ്പത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? അതുകൊണ്ട് അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവർ പ്രാർത്ഥനയുടെ ഗതി മാറ്റണം. ഇനി ഓരോ ഇടവകയിലെയും ഓരോ രൂപതയിലെയും പ്രാർത്ഥനകളെ ആ മോഡലൊക്കെ മാറണം. അത് രാവിലെ 6 മണിക്ക് പ്രാർത്ഥന, വേനൽക്കാലം 6 മാസം വേനൽക്കാലത്ത് 6 മാസം 6 മണിക്ക് പ്രാർത്ഥന വേണം. 6, 4, 10, 10 മണിക്ക്. ഇനി വേദപാഠം പഠിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ വേദപാഠം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി വേദപാഠ ക്ലാസ്സുകളൊക്കെ നിർത്തുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവെ എന്ന് വിളിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഇതാ ഞങ്ങൾക്ക് ആഹാരം, ഇന്നലെ നാളെ ആഹാരം തിന്നു പോവും. കുഞ്ഞുങ്ങളെ വിലാപം നമ്മൾ കാണേണ്ടി വരും. നമ്മൾ വിശന്ന് മരിക്കുന്ന കാലഘട്ടം വരികയാണ് അടുത്ത് തന്നെ. അപ്പോൾ അവിടെ ഇനി വിദ്യാഭ്യാസത്തിന് പുറകെ ഭേദപാഠത്തിനല്ല പോകേണ്ട. രാവിലെ 6 മണിക്ക് അപ്പനും മക്കളും കുഞ്ഞുങ്ങളും കുടുംബങ്ങളും മുഴുവനും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ മുട്ടുമടക്കി ആരാധിക്കണം. കമിഴ്ന്നു വീണ് ആരാധിക്കണം. യേശു ക്രിസ്തുവിന് മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം നമ്മളെ കൈവിടില്ല. ഈശോ നമ്മുടെ കൂടെയുണ്ട്. കർത്താവിനോട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭയപ്പാട് മാറത്തക്ക രീതിയിൽ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കണം. എങ്കിലേ കർത്താവിൻ്റെ കടാക്ഷം നമ്മുടെ നേരെ ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ ലോകം മുഴുവൻ അനുഭവിക്കും, സഭ മുഴുവൻ അനുഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം ഇരുതലവാളാണ്.
അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ പലർക്കും മുറിയും, പലർക്കും വേദന ഉണ്ടാവും. അത് ന്യായമാണ്. അത് ഞാനെന്നല്ല, ആര് പറഞ്ഞാലും പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ കൊള്ളേണ്ട രീതിയിൽ കൊള്ളും. വേദനിക്കുന്നിടത്ത് വേദനിക്കും, മുറിയുന്നിടത്ത് മുറിയും, പടുത്തുയർത്തിനടുത്ത് പടുത്തുയർത്തും. പൂക്കൾ വന്ന് കായ്ഫലങ്ങൾ ചൂണ്ടെടുത്ത് പൂക്കൾ വന്ന് കായ്ഫലങ്ങൾ ചൂടും. അതല്ല, നശിപ്പിക്കേണ്ടടുത്ത് നശിപ്പിക്കാനും സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചന ശക്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് വചനത്തിൻ്റെ ആഴങ്ങൾ, എവിടെയാണ് തകരാറ് പറ്റിയത്, എവിടെയാണ് പ്രശ്നം, അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ കൂടെ കടന്നുപോയത്. അത് കർത്താവ് എഴുതി വചനം. നമ്മുടെ തിന്മ വളരെ വലുതാണ്. സോദോം ഗോമോറ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിൽ, സോദോം ഗോമോറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോദോം ഗോമോറ ആദ്യം ഹൃദയത്തിൽ സ്ഥാപിച്ചു, പിന്നെ അത് കുടുംബത്തിൽ സ്ഥാപിച്ചു, പിന്നെ അത് ഇടവയിൽ സ്ഥാപിച്ചു, പിന്നെ അത് രൂപതയിൽ സ്ഥാപിച്ചു, പിന്നെ അത് സഭയിൽ സ്ഥാപിച്ചു, ആഗോള സഭയിൽ തന്നെ. എല്ലാം സോദോം ഗോമോറയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ അഗ്നി പല രൂപത്തിൽ വരും. നമ്മൾ വിചാരിക്കും ആണവ രൂപത്തിലാണ് വരുന്നത്, അഗ്നിയായിട്ട് വരുന്നത്. അഗ്നിക്ക് മുമ്പ് ഹൃദയത്തിൽ ഒരു വേദനയുടെ അഗ്നി ഉണ്ടാവും. ഹൃദയവേദന, ആകുലതയാകുന്ന അഗ്നി, ഉത്കണ്ഠയാകുന്ന അഗ്നി, വേദനയും ദുഃഖവും അസ്വസ്ഥ നിറഞ്ഞൊരു അഗ്നി. ആ അഗ്നിയിൽ കൂടെ കർത്താവ് ആദ്യം കടത്തിവിടും. അതിനുശേഷം അതിൻ്റെ പിന്നാലെ ആണവ അഗ്നിയും പുറകെ വരും. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞതിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയോടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, വിശുദ്ധിയോടെ ഇരുന്ന് ധ്യാന നിമഗ്നമായി എപ്പോഴാണ് തകരാറ്, എപ്പോഴാണ് പറ്റിയത്, എന്തുകൊണ്ടാണ് നമ്മുടെ മേൽ വിജാതിയർക്ക് അധീശത്വം നൽകുവാൻ സാത്താൻ ഇടവരുത്തിയത് എന്ന് കണ്ടുപിടിക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഒരശുദ്ധിയും നിന്നെ തുടരുത്, ഒരശുദ്ധിയുടെയും അടിബദ്ധത്തിലേക്ക് പോകരുത്. വിശുദ്ധിയുടെ ശക്തിയായിരിക്കണം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുക. ധീരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആ ശക്തി, യേശുവിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതിനാൽ ക്രിസ്തുവിൽ നിന്നും ഒരണുവിട വ്യതിചലിക്കാൻ പാടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിൽ നിന്നും ഒരണുചരിക്കും വ്യതിചലിക്കാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഒരു മിനിറ്റ് കുറഞ്ഞു പോകരുത്, 1 മണിക്കൂർ കൂടാനേ പാടുള്ളൂ. പ്രിയപ്പെട്ടവർ, ആ കാലഘട്ടത്തിലേക്ക് എത്തി ഇതിന് കൂടിക്കൂടി വരും. വലിയ തിരിച്ചടികൾ ലോകത്തിന് നേരിടാൻ പോവുകയാണ്. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ കോട്ടകെട്ടി സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് പൂരിതമായി നമുക്ക് മുന്നോട്ട് പോകാൻ ഇടവരട്ടെ. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധിയിരിക്കട്ടെ. ആമേൻ.